everyone. Welcome to Bosco Campus Vision. I am Lakshmi V.S., Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 20th lecture on Income Tax Law and Practice 2. This lecture is based on capital gains, which is the second module in the subject Income Tax Law and Practice 2 for semester 3 students of BCom Tax Procedures and Practices. In previous lecture, we were discussing a problem on capital gains arising from the transfer of residential property, which comes under section 54 under the head capital gains exempt from tax. And in this lecture, we are going to discuss the second head under capital gains exempt from tax, that is capital gains on transfer of agricultural land in urban area, which comes under section 54B. അർബൻ ഏരിയയിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന അഗ്രികൾച്ചറൽ ലാൻഡ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അറൈസ് ചെയ്യുന്ന ക്യാപിറ്റൽ ഗെയിൻസിന് ലഭിക്കുന്ന എക്സെംഷനാണ് ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ഈ സെക്ഷൻ പ്രകാരമുള്ള എക്സെംഷൻ ക്ലെയിം ചെയ്യണമെങ്കിൽ ദ ഫോളോയിങ് കണ്ടീഷൻസ് നീഡ് ടു ബി സാറ്റിസ്ഫൈഡ്. ഇനി പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. ഫസ്റ്റ് വൺ, ദ അഗ്രികൾച്ചറൽ ലാൻഡ് ഈസ് ഓൺഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ ഓർ HUF. അതായത് ട്രാൻസ്ഫർ ചെയ്യുന്ന അഗ്രികൾച്ചറൽ ലാൻഡ് ഒരു ഇൻഡിവിജ്വലോ HUFO ആയിരിക്കണം ഓൺ ചെയ്യുന്നത്. സെക്കൻഡ് കണ്ടീഷൻ ഈസ് ദ അഗ്രികൾച്ചറൽ ലാൻഡ് വാസ് ഇൻ ദ 2 years ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിംഗ് ദ ഡേറ്റ് ഓഫ് ദ ട്രാൻസ്ഫർ ബീയിങ് യൂസ്ഡ് എയ്തർ ബൈ ദി അസസി ഓർ ഹിസ് പേരൻറ്റ് ഓർ HUF ആസ് ഓണർ ഓർ അതർവൈസ് ഫോർ അഗ്രികൾച്ചറൽ പർപ്പസസ്. അതായത് ഈ അഗ്രികൾച്ചറൽ ലാൻഡ് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് തൊട്ടു മുൻപുള്ള 2 വർഷം അസസിയോ അദ്ദേഹത്തിൻ്റെ പേരൻറ്റോ അല്ലെങ്കിൽ HUFO ഓണറായിട്ടോ ഓർ അതർവൈസ് ഈ അഗ്രികൾച്ചറൽ ലാൻഡ് അഗ്രികൾച്ചറൽ പർപ്പസസിന് വേണ്ടി യൂസ് ചെയ്തിരിക്കണം. തേർഡ് കണ്ടീഷൻ ഈസ് ദ അസസി ഹാസ് പർച്ചേസ്ഡ് വിത്തിൻ എ പീരീഡ് ഓഫ് 2 years ഫ്രം ദ ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ എനി അതർ ലാൻഡ് ടു ബി യൂസ്ഡ് ഫോർ അഗ്രികൾച്ചറൽ പർപ്പസസ്. അതായത് അസസി ഈ അഗ്രികൾച്ചറൽ ലാൻഡ് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം 2 വർഷത്തിനുള്ളിൽ മറ്റേതെങ്കിലും ലാൻഡ് അഗ്രികൾച്ചറൽ പർപ്പസസിന് യൂസ് ചെയ്യുന്നതിനായി പർച്ചേസ് ചെയ്തിരിക്കണം. ഇപ്പോൾ ഡിസ്കസ് ചെയ്ത 3 കണ്ടീഷൻസ് ആണ് സെക്ഷൻ 54B പ്രകാരമുള്ള എക്സെംഷൻ ക്ലെയിം ചെയ്യുന്നതിന് വേണ്ടി സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. ദെൻ ക്വാണ്ടം ഓഫ് എക്സെംഷൻ. സെക്ഷൻ 54B പ്രകാരമുള്ള എക്സെംഷൻ എങ്ങനെയാണ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, the capital gain arising from the transfer of such agricultural land is exempt to the extent of the cost of the new agricultural land purchased within 2 years from the date of transfer. അതായത് നമ്മൾ കണ്ടീഷനിൽ പറഞ്ഞു അഗ്രികൾച്ചറൽ ലാൻഡ് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം 2 വർഷത്തിനുള്ളിൽ മറ്റേതെങ്കിലും ലാൻഡ് അഗ്രികൾച്ചറൽ പർപ്പസസിനായിട്ട് പർച്ചേസ് ചെയ്തിരിക്കണം. അഗ്രികൾച്ചറൽ ലാൻഡ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അവിടെ അറൈസ് ചെയ്യുന്ന ക്യാപിറ്റൽ ഗെയിന് ലഭിക്കുന്ന എക്സെംഷൻ എന്ന് പറയുന്നത് ഈ അഗ്രികൾച്ചറൽ ലാൻഡ് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം 2 വർഷത്തിനുള്ളിൽ പർച്ചേസ് ചെയ്യുന്ന പുതിയ അഗ്രികൾച്ചറൽ ലാൻഡിൻ്റെ കോസ്റ്റിൻ്റെ എക്സ്റ്റെൻറ്റ് വരെ ആയിരിക്കും. സെക്കൻഡ് വൺ ഈസ് if the amount of capital gain is not utilized by the assessee for acquisition of new agricultural land before the due date for furnishing the return of income, it shall be deposited in the capital gains account scheme 1988 before the due date of furnishing the return of income and utilized in accordance with the scheme. അതായത് ഈ അഗ്രികൾച്ചറൽ ലാൻഡ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അറൈസ് ചെയ്യുന്ന ക്യാപിറ്റൽ ഗെയിൻ റിട്ടേൺ ഓഫ് ഇൻകം ഫേണിഷ് ചെയ്യുന്ന ഡ്യൂ ഡേറ്റിന് മുൻപ് പുതിയ അഗ്രികൾച്ചറൽ ലാൻഡ് വാങ്ങുന്നതിനായിട്ട് ഉപയോഗിക്കുന്നില്ല, യൂട്ടിലൈസ് ചെയ്യുന്നില്ല. ദെൻ ആ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഗെയിൻ റിട്ടേൺ ഓഫ് ഇൻകം ഫേണിഷ് ചെയ്യുന്നതിൻ്റെ ഡ്യൂ ഡേറ്റിന് മുൻപ് ക്യാപിറ്റൽ ഗെയിൻസ് അക്കൗണ്ട് സ്കീം 1988 ഡെപ്പോസിറ്റ് ചെയ്യണം. ആൻഡ് ഈ ഡെപ്പോസിറ്റ് ചെയ്ത ക്യാപിറ്റൽ ഗെയിനിൻ്റെ എമൗണ്ട് ക്യാപിറ്റൽ ഗെയിൻസ് അക്കൗണ്ട് സ്കീം പ്രകാരം യൂട്ടിലൈസ് ചെയ്യുകയും വേണം. തേർഡ് വൺ ഈസ് the new agricultural land should not be transferred within a period of 3 years of its purchase. If it is transferred within 3 years, the cost of acquisition of the new agricultural land will be reduced by the extent of exemption claimed. അതായത് ന്യൂ അഗ്രികൾച്ചറൽ ലാൻഡ് അത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് 3 വർഷത്തിനുള്ളിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല.
ഇൻ കേസ് ന്യൂ അഗ്രികൾച്ചറൽ ലാൻഡ് അത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് 3 വർഷത്തിനുള്ളിൽ ട്രാൻസ്ഫർ ചെയ്താൽ ന്യൂ അഗ്രികൾച്ചറൽ ലാൻഡിൻ്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ നേരത്തെ ക്ലെയിം ചെയ്ത എക്സംഷൻ്റെ എക്സ്റ്റെൻറ്റ് വരെ റെഡ്യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ന്യൂ അഗ്രികൾച്ചറൽ ലാൻഡിൻ്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ₹15 lakhs ആണ്. മുൻപ് ക്ലെയിം ചെയ്ത എക്സംഷൻ്റെ എമൗണ്ട് ₹5 lakhs ആണ്. ആൻഡ് പർച്ചേസ് ചെയ്ത് 3 വർഷത്തിനുള്ളിൽ ഈ ന്യൂ അഗ്രികൾച്ചറൽ ലാൻഡ് ട്രാൻസ്ഫർ ചെയ്യുകയാണ് എങ്കിൽ ന്യൂ അഗ്രികൾച്ചറൽ ലാൻഡിൻ്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത് 15 lakhsൽ നിന്നും 5 lakhs ലെസ് ചെയ്ത് 10 lakhs rupees ആയിരിക്കും. ക്ലിയർ? The capital gain arising on the transfer of the new asset shall be chargeable to tax as the short-term capital gains for the previous year in which the new asset is transferred. അതായത് ഇപ്പോൾ പറഞ്ഞ ന്യൂ അഗ്രികൾച്ചറൽ ലാൻഡ്, ഈ ന്യൂ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അറൈസ് ചെയ്യുന്ന ക്യാപിറ്റൽ ഗെയിൻ ഏത് പ്രീവിയസ് ഇയറിലാണോ ഈ ന്യൂ അസറ്റ് ട്രാൻസ്ഫർ ചെയ്തത് ആ പ്രീവിയസ് ഇയറിലെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് ട്രീറ്റ് ചെയ്ത് ടാക്സ് ചെയ്യും. ഫോർത്ത് വൺ is, if the amount deposited is not utilized fully for acquiring the new agricultural land within 2 years, the amount not so utilized shall be treated as the capital gain of the previous year in which the period of 2 years from the date of transfer of the original agricultural land expires. അതായത് അഗ്രികൾച്ചറൽ ലാൻഡ് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞ് 2 വർഷത്തിനുള്ളിൽ ന്യൂ അഗ്രികൾച്ചറൽ ലാൻഡ് അക്യൂർ ചെയ്യാനായിട്ട് ഡെപ്പോസിറ്റ് ചെയ്ത ക്യാപിറ്റൽ ഗെയിൻ്റെ എമൗണ്ട് ഫുൾ യൂട്ടിലൈസ് ചെയ്യുന്നില്ല എങ്കിൽ യൂട്ടിലൈസ് ചെയ്യാത്ത ക്യാപിറ്റൽ ഗെയിനിൻ്റെ എമൗണ്ടിനെ ഏത് വർഷമാണോ ഒറിജിനൽ അഗ്രികൾച്ചറൽ ലാൻഡ് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷമുള്ള 2 വർഷം എക്സ്പയർ ആകുന്നത് ആ പ്രീവിയസ് ഇയറിലെ ക്യാപിറ്റൽ ഗെയിനായിട്ട് ട്രീറ്റ് ചെയ്യും. ഓക്കെ. The assessee shall be entitled to withdraw the amount as per the scheme. സ്കീം പ്രകാരം അസസിക്ക് എമൗണ്ട് വിഡ്രോ ചെയ്യാവുന്നതുമാണ്. Capital gain on transfer of agricultural land situated in urban areas shall be exempt in the case of compulsory acquisitions if the following conditions are satisfied. അടുത്തതായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പൽസറി അക്വിസിഷൻസിൻ്റെ കേസസിൽ അർബൻ ഏരിയാസിൽ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന അഗ്രികൾച്ചറൽ ലാൻഡ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അവിടെ അറൈസ് ചെയ്യുന്ന ക്യാപിറ്റൽ ഗെയിൻസിന് എക്സംഷൻ ലഭിക്കണമെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻസ് ആണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്? ഫസ്റ്റ് കണ്ടീഷൻ ഈസ് ദ ഓണർ ഓഫ് ദ അഗ്രികൾച്ചറൽ ലാൻഡ് ഈസ് ആൻ ഇൻഡിവിജ്വൽ ഓർ HUF. അഗ്രികൾച്ചറൽ ലാൻഡിൻ്റെ ഓണർ ഒരു ഇൻഡിവിജ്വലോ HUFO ആയിരിക്കണം. And the second condition is, it was in the 2 years immediately preceding the date of transfer being used by HUF or individual or his parent. അതായത് ഈ അഗ്രികൾച്ചറൽ ലാൻഡ് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് തൊട്ട് മുൻപുള്ള 2 വർഷം HUFO അല്ലെങ്കിൽ ഇൻഡിവിജ്വലോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരൻറ്റോ ഈ അഗ്രികൾച്ചറൽ ലാൻഡ് യൂസ് ചെയ്തിരിക്കണം. The third condition is, the transfer of land is by way of compulsory acquisition under any law and the consideration for the transfer is determined by the central government or the Reserve Bank of India. അതായത് ഈ അഗ്രികൾച്ചറൽ ലാൻഡിൻ്റെ ട്രാൻസ്ഫർ ഏതെങ്കിലും ലോ പ്രകാരമുള്ള കമ്പൽസറി അക്വിസിഷൻ്റെ ഭാഗമായിട്ടായിരിക്കണം നടക്കേണ്ടത്. ആൻഡ് ഈ ട്രാൻസ്ഫറിൻ്റെ കൺസിഡറേഷൻ ഡിറ്റർമൈൻ ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ്റോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയോ ആയിരിക്കണം. We will discuss a problem under this section in the next lecture. Thank you.